മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം. ബിഗ് ബോസ് എല്ലാവരും പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അടുത്ത ടാസ്കിന് വേണ്ടി ആ ടാസ്കിൻ്റെ രണ്ടാം ഘട്ടത്തിന് വേണ്ടിയിട്ട് ബ്ലൈൻഡ്സ് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറയുന്നുണ്ട്. എല്ലാവരും പുറത്തിറങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് അനുമോൾ ഒറ്റപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒറ്റപ്പെട്ട് ഇങ്ങനെ വിഷമിച്ച് മുഖമൊക്കെ കയറ്റിപ്പിടിച്ചിരിക്കുന്നു. തല രണ്ട് ഭാഗത്ത് കെട്ടിവെച്ചിട്ടുണ്ട്. ഉണ്ടയൊക്കെ കെട്ടിവെച്ചിരിക്കുന്നത് കാണാൻ നല്ല ക്യൂട്ടൊക്കെ ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ ഈ ആര് അക്ബറും നെവിനും ആര്യനും ഇരുന്ന് പറയുന്ന അനുമോളത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കുന്നു. അനുമോളുടെ തലയിൽ 2 മുഴകൾ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അനുമോൾ ഉദ്ഘാടനത്തിന് വേണ്ടി നടന്നപ്പോൾ ആൾക്കാരിൽ നിന്ന് കിട്ടിയ തല്ലുകൊണ്ട് അനുമോളുടെ തലയിൽ 2 മുഴകൾ വന്നിരിക്കുന്നു. ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആര്യം പറയുന്നത് ഞാൻ കൂട്ടുകൊടുക്കാം എന്ന് പറയുന്നുണ്ട്. നീ കൂട്ടുകൊടുക്കുക. ആദ്യ ദിനങ്ങളിൽ ആര്യനെയായിരുന്നു അനുമോൾക്ക് സ്നേഹം. ഇപ്പോഴിതാ അനുമോൾ സ്നേഹമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിലവിടെ നിന്ന് പറയേണ്ടത് അനുമോൾ നേരത്തെ ബ്ലൈൻഡ്സ് ഇടുന്ന സമയത്ത് തുമ്പിയെ പിടിച്ച് കളിക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരും പറയുന്നുണ്ട് അനുമോളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞ അക്ബർ കഥാപ്രസംഗം പറയാൻ കേട്ടോ. അനുമോളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആര്യൻ തന്നെയാണ്, ആര്യൻ്റെ ഉള്ളിൽ അനുമോൾ തന്നെയാണ്. അതിന് വിലങ്ങുതടിയായി പട്ടായ ഗേൾസ് എന്നൊക്കെ പറയുന്നുണ്ട്. പരദൂഷണം, പ്രാഗിക്കൊല്ലൽ, ഇതൊക്കെയാണ് അനുമോളുടെ പ്രധാന കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പെരുമാറ്റം കൂതറയാണ്, ചവറാണ്. അനുമോൾ 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 ഇടക്കിടക്ക് വിളിക്കുന്നുണ്ട്. ആര്യൻ ഇങ്ങോട്ട് വരുമോ? അപ്പം അനുമോൾ നോക്കി ദേഷ്യത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഷാനവാസും അനീഷും കൂടി ഒരു ടോക്കിംഗ് നടക്കുന്നുണ്ട്. അനീഷിന് കാലിൻ്റെ മുട്ട് വേദന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് പ്രായമായ അങ്ങനെയൊക്കെ വരുമെന്ന് പറയുന്നുണ്ട്. അത് ഷാനവാസിന്, എനിക്ക് പ്രായമൊന്നും ആയിട്ടില്ല. എൻ്റെ ഷാനവാസിന് നല്ല പ്രായമായിട്ടുണ്ടോ. ഇതെനിക്ക് ഇഞ്ചുറി ഒന്നും കളിയിൽ വന്നിട്ടില്ല, പക്ഷെ ചെറിയൊരു വേദനകൾ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇന്നലെ നീ കണ്ടത് അമ്മേ അച്ചോ എന്നൊക്കെ വിളിച്ച് പറയുന്നത് പിന്നെ എന്തായിരുന്നു? അത് ഇഞ്ചുറി അല്ല ഷാനവാസ് എന്നൊക്കെ പറഞ്ഞ് നട്ട ഇഞ്ചി കൃഷി, ചെറിയൊരു ഇഞ്ചി അവിടെ മുളച്ച് വന്നിട്ടുണ്ട്. അതൊക്കെ ഷാനവാസിനും ലക്ഷ്മിക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സമയത്ത് അനുമോൾ വരുന്നുണ്ട്. അനുമോളെ ഇത് കണ്ട, ഇഞ്ചി കണ്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അനുമോൾ അത് നോക്കാതെ ദേഷ്യത്തിൽ മുഖം കയറ്റിപ്പിടിച്ച് അനുമോൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അനുമോൾ ഇപ്പോൾ കിച്ചണിൽ കയറുന്നില്ല, ദേഷ്യത്തിലാണ്. ഇന്നലത്തെ ഒരൊറ്റ ദേഷ്യത്തിലാണ്. അനുമോളുടെ തെറ്റ്. എന്നിട്ടും അനുമോൾ മുഖം കയറ്റിപ്പിടിച്ച് നടക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാര്യം? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് സ്വന്തമായിട്ടൊരു കുറ്റബോധം വരില്ലേ? അതുമില്ലാതെ മുഖമൊക്കെ കയറ്റിപ്പിടിച്ച് നടക്കുകയാണ് അനുമോൾ. കാണാൻ നല്ല ക്യൂട്ടാണ്, പക്ഷെ മനസ്സിൽ മുഴുവൻ ദേഷ്യവും പാക്കിയും വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ആ മുഖം കണ്ടാൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ അക്ബർ ചുറ്റും പറയുന്നുണ്ട് ആരാണ് പോകുക എന്നറിയില്ല, എല്ലാവരും നല്ല സ്ട്രോങ് മത്സരാർത്ഥികളാണ് ഇവിടെ നോമിനേഷനിൽ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്.